നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നമ്മുടെ നാടിന്റെ നന്മ കൂടുതൽ വളർത്തിയെടുക്കുവാനുള്ള ഇടപെടലുകൾ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്തംഭനവും BJP പഞ്ചായത്ത് ഓഫീസും അല്ലെങ്കിൽ ജൽജീവൻ പദ്ധതിയിലെ കുടിവെള്ള പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ വീടുകൾ, ഇങ്ങനെ പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ 1ാം ചരമവാർഷികം കലാകാരന്മാരുടെ സംഘടനയുടെ തരംഗ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിൽ താൽക്കാലിക വൈസ് ചാൻസലർ നിയമിച്ച കേരള ഗവർണറുടെ നടപടി തെറ്റെന്ന് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. നമ്മുടെ നാടിന്റെ നന്മ കൂടുതൽ വളർത്തിയെടുക്കുവാനുള്ള ഇടപെടലുകൾ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സാംസ്കാരിക പ്രമുഖരുമായി തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടത്തിയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മതനിരപേക്ഷതയുടെ ഗുണനിലമായി കേരളം തുടരുന്നു. മാനവിക മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമൂഹം വാർത്തെടുക്കാൻ ശ്രമങ്ങളുണ്ടായി. അതിന് ഫലപ്രദമായി തുടർച്ചയുണ്ടായപ്പോൾ കേരളീയ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു. മാതൃകാപരമായ ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിന് സാംസ്കാരിക സാഹിത്യ നായകർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ ക്രിയാത്മകമായ ഇടപെടലുകളാണ് ഇക്കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അതേ രീതിയിൽ നാം തുടരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളീയ സമൂഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ എല്ലാവരും അവരവരുടെ പങ്കുവഹിച്ചു. അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരെ വലിയ തോതിൽ കേരള സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകർ വഹിച്ച പങ്ക് വലുതാണ്. സംസ്ഥാനത്തുണ്ടാകുന്ന തെറ്റായ പുറകോട്ടടിക്കുന്ന ശ്രമങ്ങളെ കേരളത്തിന്റെ സാംസ്കാരിക പുരോഗമന സമൂഹത്തിന് ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട്. ശരിയായ തിരിച്ചറിവുകളോടെ പ്രതികരിക്കുവാനും ഇടപെടുവാനും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നവകേരളം യാഥാർത്ഥ്യമാവണമെങ്കിൽ ഭേദചിന്തയില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കണം. അതിനായി സമൂഹത്തിലെ ഇരുട്ടിന്റെ ശക്തിയെ മറികടക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരളം എന്നത് ഏതെങ്കിലും പ്രത്യേകമായ രീതിയിലുള്ള ഒരു വികസനമല്ലെന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി പൂർത്തീകരിച്ച് 9 വർഷം തികയ്ക്കുന്ന സർക്കാരിന് സാംസ്കാരിക കേരളം നൽകുന്ന ആദരവാണ് പരസ്പരം പരിപാടിയെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ VK രാമചന്ദ്രൻ, കെ രാധാകൃഷ്ണൻ MP, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, MLA-മാരായ P ബാലചന്ദ്രൻ, AC മൊയ്തീൻ, മുരളി പെരുന്നെല്ലി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S അയ്യർ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തെ ഭരണസ്തംഭനവും സ്വജനപക്ഷപാതവും എന്നാരോപിച്ച് BJP പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിമ്മിൽ ഗോപി അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി അനീഷ് ചെന്താമര, സെക്രട്ടറി വർഗീസ് പള്ളിപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി ഒന്നുകിൽ ജനൌഷധിയിൽ നിന്നും നിസാരമായി വിലയ്ക്ക് മരുന്ന് വാങ്ങിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധി കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ റോഡുകൾ, അല്ലെങ്കിൽ ജൽജീവൻ പദ്ധതിയിലെ കുടിവെള്ള പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ വീടുകൾ, ഇങ്ങനെ ഈ രാജ്യത്തിന്റെ വിവിധ പദ്ധതികളിലൂടെ ഓരോ കുടുംബത്തിനും അതിരപ്പള്ളിയിൽ ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആളുകൾക്ക് ജോലി, നിങ്ങളുടെ ആളുകൾക്ക് മാത്രം സമത്വം, നിങ്ങളുടെ ആളുകൾക്ക് മാത്രം ജനാധിപത്യം, നിങ്ങൾ പറയുന്നതാണ് മതേതരത്വം, നിങ്ങൾ പറയുന്നതാണ് സോഷ്യലിസം, നിങ്ങളാണ് തുല്യനീതി നടപ്പാക്കുന്നത് എന്ന്
നിങ്ങൾക്ക് ഇങ്ങനെ വഴിവെക്കി വെച്ച് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് അതിരപ്പള്ളിയിലെ പൊതുജനത്തോടാണ്, ഈ കേരളത്തിലെ പൊതുജനത്തോടാണ്. ഞങ്ങളൊന്ന് വിളിച്ചു പറയും, ഞങ്ങൾക്ക് മുട്ടടിക്കില്ല, ഞങ്ങൾ ഒരാളെയും മയക്കില്ല. കാശ് കണക്ക് കൊടുത്താൽ കാശ് കിട്ടും, അതിലൊരു വിട്ടുവീഴ്ചയും ധരിക്കണ്ട. ഇന്ന് ഇവിടുത്തെ എം പി ആരാ? ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MP. അതിരപ്പള്ളിയിലെ ഈ വന്യജീവി ആക്രമണമൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അതിന്റെ തൊട്ട് മുൻപത്തെ MP ആരാ? സിനിമാ നടൻ ഇന്നസെന്റ് എന്ന് പറയുന്ന MP, എന്റെ നാട്ടുകാരനാ. ഈ ഇന്നസെന്റ് എന്താ ഇടതുപക്ഷവും വലതുപക്ഷവും MP മാരായിട്ട് പ്രതിനിധീകരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ VD ദേവശ്രീ MLA, കഴിഞ്ഞ MLA ആരായിരുന്നു? ഇടതുപക്ഷത്തിന്റെ MLA, ഇപ്പോഴത്തെ MLA കോൺഗ്രസിന്റെ UDF-ന്റെ സനീഷ് കുമാർ. ഞങ്ങൾക്ക് ഈ ഭരണകർത്താക്കളോട് ഒന്നേ പറയാനുള്ളൂ, ഈ സമരത്തിലൂടെ ഇവരൊരു മെമ്പറെ വിജയിപ്പിച്ച് പൊതുജനങ്ങൾ ഇവിടുത്തെ അതിരപ്പള്ളിക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. കാവ്യൊരു തരി എന്നാണ് ഞങ്ങൾ ആ മെമ്പറെ കുറിച്ച് പറയുന്നത്. കാവ്യൊരു തരി. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM തൃപ്പാപ്പള്ളി വേളൂക്കര ബ്രാഞ്ച് കുടുംബസംഗമം ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം T ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ CK ശശി, ജെനീഷ്, സിനി ടീച്ചർ, ഷബീർ, ലോക്കൽ സെക്രട്ടറി ആന്റണി തോമസ്, MA പോൾ, TC അനു, AP ബിജു, PT ദിലീപ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ SSLC വിദ്യാർത്ഥികൾ, കർഷക തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിത കർമ്മസേനാംഗങ്ങൾ എന്നിവരെ ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണം, കുട്ടികളുടെ കലാപരിപാടികൾ, കൈകൊട്ടിക്കളി തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ അരങ്ങേറി. പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ 1ാം ചരമവാർഷികം കലാകാരന്മാരുടെ സംഘടനയായ തരംഗ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലഫൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. ദാനപ്രവീൺ, അന്നഹനാട്, ബാബുരാജ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചിത്രകാരൻ CP സദാനന്ദൻ മാസ്റ്റർ ക്യാൻവാസിൽ വരച്ച കുമാർ കലാസദന്റെ എണ്ണഛായ ചിഹ്നം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറി. നഗരസഭാ കൗൺസിലർമാരായ ജിദീപ് രാജൻ, ആനി ഷിബു, തൃശൂർ കലാസദൻ കലാവിഭാഗം കൺവീനർ ജേക്കബ് കലാസദൻ, ഗായകൻ ബാബു ചാലക്കുടി, രാജാമണി, സുരോജ കേളപ്പൻ, KC മാധവൻ, മായ ശശികുമാർ എന്നിവർ സംസാരിച്ചു. കുമാർ കലാസദന്റെ കുടുംബത്തിന് ധനശേഖരാർത്ഥം കലാകാരന്മാർ കഴിഞ്ഞ വർഷം നടത്തിയ സ്മൃതി സന്ധ്യ പ്രോഗ്രാമിലൂടെ സമാഹരിച്ച 6 ലക്ഷം രൂപ കുമാരന്റെ കുടുംബത്തിന് കൈമാറിയിരുന്നു. കുമാറിന്റെ കുടുംബാംഗങ്ങളിൽ കുമാറിന്റെ സുഹൃത്തുക്കളായ കലാകാരന്മാര്, മറ്റ് സ്നേഹമുള്ള സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ തലേ ദിവസം വരെ ഏറെ സന്തോഷം സ്വന്തം വീട്ടിൽ പങ്കുവച്ച ഒരു കലാകാരൻ വളരെ വൈകി വീടുകളിലേക്ക് തിരിച്ചുപോയ തൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ ഒരു വേദന എന്ന് പറയുന്നത് ആ ഒരുമിച്ച് കൂടിയ വലിയ കലാകാരന്റെ രാത്രിയിലെ വേർപാട് ആയിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റാരേക്കാൾ കൂടുതൽ ആ സഹപ്രവർത്തകർക്ക് സഹിക്കാൻ പറ്റാതെ ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. കുമാരനെ കുറിച്ച് അടുത്തറിയുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഹൃദയ വിശുദ്ധിയുള്ള ഒരു മനുഷ്യൻ. പക്ഷെ ജയചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്മയുള്ള ആളുകൾക്കാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളോട് അത്തരത്തിലൊക്കെ പെരുമാറാനായിട്ട് സാധിക്കുക. മണ്ണുംപുരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വിദ്യാമന്ത്ര ഗോപാലർച്ചനയും മാതൃപൂജയും നടന്നു. 100 കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ അമ്മമാരും ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രാർച്ചനയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പൂജിച്ച രുദ്രാക്ഷവും പുസ്തകങ്ങളും പേനയും ഉദർച്ചയ്ക്ക്. ചടങ്ങിന് കൊന്നക്കുടി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം മേൽശാന്തി അജീഷ് ഷാദി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാതൃഭൂതയ്ക്ക് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് മാതൃസമിതി പ്രസിഡന്റ് ലക്ഷ്മി ടീച്ചർ നേതൃത്വം നൽകി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റ് TP സദാനന്ദൻ, മണ്ണുപുറം ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി
ഭാരവാഹികളായ അമ്മണി രാധാകൃഷ്ണൻ, രക്ഷാധികാരി ദീന ടീച്ചർ, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് കെ.വി. ബാലകൃഷ്ണൻ, സെക്രട്ടറി മുരളീധരൻ കറുമുറി, ദേവസ്വം സെക്രട്ടറി ശിവദാസൻ, യൂത്ത് വിംഗ് കൺവീനർ രഞ്ജിത്ത് കല്ലുമറ, സംയോജകൻ പി.സി. ജയേഷ് എന്നിവർ നേതൃത്വം പങ്കിട്ടു. നമശിവായ. അതിപുരാതനമായ മണ്ണുംപുറം മഹാദേവ ക്ഷേത്രത്തില് ഇന്ന് വിദ്യാഗോപാല മന്ത്രാർച്ചനയും മാതൃപൂജയും നടത്തുന്നു. ആണ്ടുതോറും നടത്തിവരാറുള്ള ഒരു വിശേഷമാണ് ഇത്. മധ്യവേനൽ അവധി കഴിഞ്ഞ് കുട്ടികള് 2 മാസം വീട്ടിലും നാട്ടിലും കാട്ടിലുമൊക്കെയായി കളിച്ച് മണ്ണിനോടൊപ്പം പ്രകൃതിയോടൊപ്പം ജീവിച്ച് വീണ്ടും 2 മാസത്തിന് ശേഷം സ്കൂളുകളിലേക്ക് തിരിച്ചു പോകുകയാണ്. അവരുടെ മന്ത്രത്തിന് ശേഖരണത്തിന് വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രശസ്തമായി അവർ വളർന്നു വരാനുള്ള ഒരു അർച്ചന, ഒരു പ്രാർത്ഥനയാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന. അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു. വിദ്യാദേവത അവരെ കടാക്ഷിക്കുന്നു. വിദ്യയുടെ ദേവനായിട്ട് കണക്കാക്കുന്നത് കൃഷ്ണനെയാണ്. വിദ്യയുടെ ദേവത സരസ്വതിയും. നമ്മുടെ ഈ ക്ഷേത്രത്തില് ഈ വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കുന്നത് ദക്ഷിണാമൂർത്തിയുടെ ശ്രീകോവിലിന് മുന്നിലാണ്. ദേവി സരസ്വതിക്ക് പോലും വിദ്യ ഉപദേശിച്ച ദേവനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു മഹാസന്നിധിയിൽ വെച്ച് വിദ്യാഗോപാല മന്ത്രാർച്ചന നടക്കുന്നത് എന്തുകൊണ്ടും പുണ്യം നിറഞ്ഞ സംഗതിയാണ്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ മന്ത്രാർച്ചനയുടെ ഫലമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ, അറിവ് സമ്പാദിക്കാനാവട്ടെ, യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കാനാവട്ടെ എന്നൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ചിരിക്കുന്നു. 3 വർഷമായി ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായിട്ട് ഇന്നിപ്പോൾ ഒരുപാട് അകലെ നിന്ന് പോലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം എന്ന നിലയിൽ ഒത്തിരി പേര് ഇവിടെ ദിവസവും സന്ദർശനത്തിനായി വരാറുണ്ട്, പൂജകൾ നടത്താറുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു അഭയ കേന്ദ്രമായി ഈ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുന്നു. ഇനിയും കുറച്ചുകൂടി ഇവിടെ പണികൾ പൂർത്തിയാവാനുണ്ട്. അത് വഴിയെ നടന്നുകൊള്ളും എന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേരുടെ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി ഒരു തനി നാടൻ മലയോര പ്രദേശത്ത് ഇത്ര ഗംഭീരമായിട്ട് ഒരു ക്ഷേത്രം ഉയർത്തിയെങ്കിൽ അത് ഈ നാട്ടുകാരുടെ ആത്മാർത്ഥതയുടെയും കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ചാലക്കുടി നഗരസഭ പരിധിയിൽ വിധവ അവിവാഹിത പെൻഷൻ മുടങ്ങിയത് നഗരസഭ ഭരണസമിതിയുടെ ഗുരുതര വീഴ്ചയാണെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് C.S. സുരേഷ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പെൻഷൻ ലഭിക്കാത്ത 400ഓളം പേരെ അണിനിരത്തി നഗരസഭ മന്ദിരത്തിനു മുന്നിൽ സമരം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ച് പെൻഷൻ നൽകാൻ നിയമം അനുവദിക്കാത്തിടത്തോളം സർക്കാരാണ് തടസ്സമെന്ന നഗരസഭ ചെയർമാന്റെ പ്രസ്താവന വിധവകളെയും അവിവാഹിതരെയും വീണ്ടും വിഡ്ഢികളാക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ ജനുവരി മാസം കേരള സർക്കാർ കൊടുത്ത വിധവകൾക്ക് കൊടുത്ത പെൻഷൻ 400ഓളം പേർക്കാണ് കിട്ടാതിരുന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു. ചാലക്കുടി നഗരസഭ ചെയർമാൻ പറഞ്ഞു അത് ചാലക്കുടി നഗരസഭ തനത് ഫണ്ടിൽ നിന്നെടുത്ത് വിതരണം ചെയ്യുന്ന പറഞ്ഞിരുന്നു. ഞങ്ങളെല്ലാം അന്നത്തെ കൗൺസിലെല്ലാം പറഞ്ഞിരുന്നു. ചാലക്കുടി നഗരസഭ സെക്രട്ടറി ഇതിന് വിയോജിപ്പും കൊടുത്തിരുന്നു. അങ്ങനെ എടുക്കാൻ പാടില്ല എന്നും എടുക്കാൻ കഴിയില്ല എന്നും ഉള്ള കാര്യങ്ങളൊക്കെ സെക്രട്ടറി വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഞങ്ങളും പറഞ്ഞിരുന്നു ഇത് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നൈസായിട്ട് പറ്റിക്കുന്ന രീതിയാണ് ചെയർമാൻ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അവർക്ക് പറ്റിയ വീഴ്ച, അതായത് ചെയർമാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് ചില വീഴ്ചകൾ കാരണമാണ് എന്നത്. ചില വീഴ്ചകളല്ല, ഗുരുതരമായ വീഴ്ചകളാണ്. ചാലക്കുടി നഗരസഭ ചെയ്യേണ്ടത് പെൻഷൻ കൊടുക്കേണ്ടത് കേരള സർക്കാരാണ്. ചാലക്കുടി നഗരസഭ ചെയ്യേണ്ടത് അത് അർഹതപ്പെട്ടവരാണോ എന്ന് തിരിച്ചറിയണം. അർഹതപ്പെട്ടവർക്ക് ആണെങ്കിൽ മാത്രം സർക്കാരിലേക്ക് അയക്കുക, കൗൺസിൽ പാസ്സാക്കി സർക്കാരിലേക്ക് അയക്കുക. അത് സർക്കാർ പരിശോധിച്ച് അവർക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാണ്ട് വേറെ റോളൊന്നും ചാലക്കുടി നഗരസഭയ്ക്കില്ല. പൈസ മുഴുവൻ കൊടുക്കുന്നത് ഇപ്പോൾ വിധവ പെൻഷനാണെങ്കിൽ 40 വയസ്സ് തുടങ്ങി 79 വയസ്സ് വരെ 300 രൂപയാണ് കേന്ദ്ര ഫണ്ട് കൊടുക്കുന്നത്. 1600 രൂപയിൽ 300 രൂപ കേന്ദ്ര ഫണ്ട്, ബാക്കി 1300 രൂപ കേരള സർക്കാരിൻ്റെ ഫണ്ടാണ്. ഇത് കൊടുക്കുന്നത് കേരള സർക്കാരാണ്. ഈ കേരള സർക്കാർ കഴിഞ്ഞ ജനുവരി മാസത്തെ കൊടുത്തപ്പോൾ എല്ലാ വർഷവും വിധവകൾ
അല്ലെങ്കിൽ പെൻഷൻ മേടിക്കുന്നവർ മസ്റ്ററിങ് നടത്തണം. വിധവകളാണെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ളവർ 60 വയസ്സിന് താഴെയുള്ളവർ അത് സാക്ഷ്യപ്പെടുത്തി ചാലക്കുടി നഗരസഭയിൽ ഏൽപ്പിക്കണം. മുഴുവൻ ആളുകളും 60 വയസ്സിന് താഴെയുള്ള മുഴുവൻ ആളുകളും ചാലക്കുടി നഗരസഭയിൽ കഴിഞ്ഞ 2024 നവംബർ മാസം കൊടുത്തു കഴിഞ്ഞു. അത് ഡിസംബർ 31 അത് ഡാറ്റ എൻട്രി ചെയ്ത് രേഖകളിൽ കയറ്റണം, ക്യാഷ് മാർട്ട് മുഖേന കയറ്റണം. അത് കയറ്റാനായിട്ട് ചാലക്കുടി നഗരസഭയിൽ സാധിച്ചില്ല. കാരണം എന്താ പറയണേ, ഇപ്പൊ പറയുന്നത് ഉദ്യോഗസ്ഥരെ തലയിൽ കെട്ടിവെക്കാനുള്ള പരിപാടിയാണ്. ഉദ്യോഗസ്ഥരെ തലയിൽ 3 സെക്രട്ടറിമാർ മാറി വന്നു. 3 സെക്രട്ടറിമാർ മാറി എന്നുള്ള സത്യമാണ്. ഒരു സെക്രട്ടറി മാറി പകരം ഒരാളെ വെച്ചു, അതായത് ഇവിടുത്തെ എയിനെ വെച്ചു. പുതിയ സെക്രട്ടറി വന്നപ്പോൾ മാറി ഇപ്പോഴത്തെ സെക്രട്ടറി ആയി. അതേപോലെ തന്നെ ഇത് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് അവർക്ക് അവിടെ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ എന്തിനുള്ള ഈ ഉദ്യോഗസ്ഥരേലും മേലെയാണ് ചെയർമാൻ, കൗൺസിലേഴ്സ്. ഇവരൊക്കെ ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഇത് നിയന്ത്രിക്കേണ്ടതും കാര്യങ്ങൾ ചെയ്യേണ്ടതും ഒക്കെ ഭരണപക്ഷമാണ്, അല്ലെങ്കിൽ ഭരണസമിതിയാണ്. എവിടെ 3 ചെയർമാന്മാര് ആ സമയത്ത് മാറി. ഒന്ന് ഹൈടെക് ചെയർമാൻ രാജിവെച്ചപ്പോൾ വൈസ് ചെയർമാനായി ആലിസ് ഷിബു വന്നതിന് ശേഷം ഷിബു ആലപ്പനായി. ഈ 3 ചെയർമാന്മാരും ഇവരെ ശ്രദ്ധയിൽ പെടാണ്ടല്ല, ഇവരെ ശ്രദ്ധയിൽ പെട്ടു. ഞങ്ങളടക്കം പല കൗൺസിലേഴ്സും ഇത് എൻട്രി ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധയിൽ പെട്ടിട്ട് പോലും ഇവര് അനാസ്ഥ കാണിച്ച്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഗുരുതരമായ വീഴ്ചയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അത് ചെയ്യാതെ 4 മാസം പിന്നി നീണ്ടുപോയി. അതായത് ഏപ്രിൽ മാസം വരെ 4-ാം തീയതി വരെ സമയം വീണ്ടും സർക്കാർ കൊടുത്തു. എന്നിട്ട് പോലും ഇവർക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചില്ല. ഇത് ഇപ്പൊ പറയണ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കാരണമാണ് ഞങ്ങൾക്കിത് സർക്കാർ നിശ്ചയിച്ചത്. എന്തൊരു മണ്ടത്തര പറയണേ. 300-ഓളം അല്ല 400-ഓളം പേരുടെ പെൻഷൻ, വിധവകളുടെ പെൻഷൻ, അതായത് ഈസ്റ്ററും വിഷുവും ദിനത്തില് പച്ചക്കറിയും അല്ലെങ്കിൽ നോമ്പ് വിടാനുള്ള ഒരു ഈസ്റ്ററിന് നോമ്പെടുത്തവർക്ക് നോമ്പ് വിടാനായിട്ടുള്ള ഒരു ചെറിയൊരു സഹായം സർക്കാർ ചെയ്തിട്ട് ആ സഹായത്തിന് നിഷേധിച്ച ആൾക്കാരാണ് ചാലക്കുടി നഗരസഭയില്. അപ്പൊ ഞങ്ങൾ ഇതിന് ചൂണ്ടിക്കാണിക്കണ്ടേ, പുറത്തേക്ക് കൊണ്ടിരുന്നേ. ഇവർ ചെയ്ത തെറ്റ് ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി 20-25 വർഷമായിട്ടുള്ള ആളുകളാണ് ഈ ഷിബു ആലപ്പനും അതുപോലെ തന്നെ പൈലപ്പനുമുള്ള ആളുകളൊക്കെ. ഇവർക്കൊക്കെ ഈ ചാലക്കുടി നഗരസഭയിലെ മറ്റേ അപ്പൊ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് പോകണം. അതായത് ഈ പെൻഷൻ മുടങ്ങിയ 400 പേരും സംഘടിപ്പിച്ചുകൊണ്ട് ചാലക്കുടി നഗരസഭയുടെ മുന്നിൽ ഞങ്ങൾ വരും. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. ഞങ്ങളിനി വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. അതായത് തനി പറ്റിക്കുന്ന രീതിയിൽ, അതായത് ഇതേ സ്വഭാവം തന്നെയാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ആശാവർക്കർമാർക്ക് തനത് ഫണ്ടിന്ന് കൊടുക്കുന്നു പറയണത്. എങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റും പറയണേ? ഏത് നിയമപുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? നഗരസഭയിൽ നിന്ന് തനത് ഫണ്ട് എടുത്ത് തോന്നിയോണം ചെയ്യാൻ വേണ്ടിട്ട് ആർക്കും ആഗ്രഹമില്ലാത്ത ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. ഈ വിധവകൾക്കും ആശാമാർക്കൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. സ്വന്തം കയ്യിലെടുത്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വലിയ സുമനസ്സുള്ള ആളുകളല്ലേ, സുമനസ്സുകൾ കണ്ടെത്തി കൊടുക്കേണ്ടി വരും. ഒരു കാരണവശാലും ഈ ഷിബു ആലപ്പൻ എന്ന ചെയർമാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കാരണം ഞങ്ങൾക്ക് മുടങ്ങിയെന്ന വീണ്ടും പാവപ്പെട്ട വിധവകളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ഇത് കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു മാർഗ്ഗം ഇതുള്ളൂ. അതായത് കൗൺസിലേഴ്സിന്റെ ഓണറേറിയത്തിനെടുക്കുക. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ അതിരപ്പള്ളി, കോടശ്ശേരി, പരിയാരം പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയിൽ കഴിഞ്ഞ 1 മാസത്തിലധികമായി വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ദ്രുതകർമ്മസേനയുടെ സേവനം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ വനപാലകർക്ക് കാട്ടാനയെ തുരത്തുവാനുള്ള സംവിധാനം കുറവായതിനാൽ RRTയുടെ സേവനം ഉണ്ടെങ്കിലേ കാട്ടാനകൾ ഉൾവനത്തിലേക്ക് കയറിപ്പോവുകയുള്ളൂ. വയനാട്ടിലും ഇടുക്കി ജില്ലയിലും ഉള്ളതുപോലെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് RRTക്ക് ആവശ്യമായ ജീവനക്കാരെ നിയമിച്ച് വന്യമൃഗ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം നൽകണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും ചാലക്കുടി DFOയ്ക്കും നിവേദനം നൽകിയ സംഘത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് MT ഡേവിസ്,
ഭാരവാഹികളായ CV ആന്റണി, KM ജോസ്, ആൻഡ്രു അളിയത്ത്, TB ദേവരാജൻ, UK ശിവദാസൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. കോടിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 8, 9 വാർഡ് കോൺഗ്രസ് കുടുംബസംഗമം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MO ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ്, KPCC അംഗം ഷോൺ പല്ലിശ്ശേരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CV ആന്റണി, NC തോമസ്, ജനറൽ സെക്രട്ടറിമാരായ KM ജോസ്, TB ദേവരാജൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ്, ബാങ്ക് ഭരണസമിതി അംഗം TL ദേവസി, KP മാത്യു എന്നിവർ പ്രസംഗിച്ചു. ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് എത്തി നിൽക്കുന്നു. എല്ലാ മേഖലയിലും ക്രമസമാധാനം തകരുന്നു. ഇത് നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താ? പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് ആ പോലീസിന്റെ എഫിഷ്യൻസി ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാകെ പോലീസിന് ഒരു പണിയുള്ളത് മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് പോവുക, സുരക്ഷയൊരുക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് നമ്മുടെ പോലീസിനെ അധപതിച്ചിരിക്കുന്നു. എടലക്കാട് സമന്വയ സാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നുവന്നിരുന്ന വാർഷിക ആഘോഷങ്ങൾ സമാപിച്ചു. ഞായറാഴ്ച നടന്ന സമാപന സമ്മേളനം റോജി M ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് DM യാക്കോബ് അധ്യക്ഷനായി. ഞെരളത്ത് ഹരി ഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP രജേഷ് പ്രതിഭകളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലി ആൻഡ്രു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KS മൈക്കിൾ, CG ജിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. കവിതയും കഥയും, കഥാപ്രസംഗം, സാഹിത്യോത്സവം, ഗാനമേള, വിവിധ കലാപരിപാടികൾ, കവിതാലാപനം എന്നിവയും അരങ്ങേറി. ഊന്നുവടിയുമെടുത്തു ഞാൻ യാത്രയായി താലി ചാർത്തലാണോ കണ്ടു തിക്കും തിരക്കുമാണവിടെ. താലി ചാർത്തലാണോ കണ്ടു തിക്കും തിരക്കുമാണവിടെ. പുച്ഛഭാവത്തിൽ അനേകമിഴികൾ എന്നിലേക്ക്, പുച്ഛഭാവത്തിൽ അനേകം മിഴികൾ എന്നിലേക്ക്. ആ കണ്ണുകൾ കൽപ്പിക്കുന്നു പോവുക പോവുക. ആ കണ്ണുകൾ കൽപ്പിക്കുന്നു പോവുക പോവുക. അന്നം വിളമ്പുന്നു ആർത്തിയോടെ നോക്കിക്കാണുന്നു ഞാൻ. ഉള്ളവരില്ലാത്തവർ എന്നു കണ്ടല്ല ഉണ്മയുള്ളവരുടെ ഭാഷ്യം. ഉണ്ടായിരിക്കയും വേണ്ടാത്തവരായിട്ടുണ്ടാവണം ചിലർ നമ്മിൽ. ഉണ്ടാവണം പലർ നമ്മിൽ. വലിയോന്റെ നാടല്ലവോ സാധമാനങ്ങൾ പുരസ്കാരമൊന്നുമേ സായുജ്യമാകരുതാർക്കും. ില്ലാത്ത മാനുഷ ഭാവങ്ങൾ തേടും അന്നു പണ്ടേ വിളയിക്കും മാനവരാണെന്റെ ദൈവങ്ങളെന്നു നാം പാടും. അന്നു പണ്ടേ വിളയിക്കും മാനവരാണെന്റെ ദൈവങ്ങളെന്നു നാം പാടും. വലിയോന്റെ നാടല്ലവോ ആര്യസാധ്യത്തിന്റെ കള്ള വിനയങ്ങളല്ലെന്റെ ജീവിതങ്ങളൊന്നും. വാഹനങ്ങൾ വൈകുന്നേരം 4 മണിക്ക് ശേഷം ഈ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനുള്ള നിരക്ക് കുത്തനെ കൂട്ടി KSEB. സംസ്ഥാനത്തെ KSEBയുടെ 63 ചാർജിംഗ് സ്റ്റേഷനുകൾക്കാണ് പുതിയ നിരക്ക് ബാധകമാവുക. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമുള്ള സർവീസ് ചാർജ് കൂടി ഈടാക്കാൻ തീരുമാനിച്ചതോടെ സ്വകാര്യ ചാർജിംഗ് സ്റ്റേഷനുകളിലെ നിരക്കിനെ അപേക്ഷിച്ച് കൂടുതൽ തുകയാണ് ഇവിടങ്ങളിൽ നൽകേണ്ടി വരിക. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 വരെയുള്ള സൗരോർജ്ജ മണിക്കൂറുകളിൽ നിരക്ക് 30% കുറയ്ക്കാനും വൈകുന്നേരം 4 മുതൽ രാവിലെ 9 വരെ 30% കൂട്ടാനും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുവാദം നൽകിയിരുന്നു. രാത്രിയിൽ ചാർജിങ്ങിന്
വൈദ്യുതി ഉപയോഗിക്കുന്നത് കുറയ്ക്കാനും പകൽ ലഭ്യമാകുന്ന സൗരോർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്താനുമാണ് നീക്കം. ഇതുവരെ പകലും രാത്രിയും KEB സ്റ്റേഷനുകളിൽ നിരക്ക് തുല്യമായിരുന്നു. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം സർവീസ് ചാർജ് ഏകീകരിക്കുകയും വിവിധ വിഭാഗങ്ങളിൽ പരമാവധി പരിധി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂണിറ്റിന് 3 മുതൽ 13 വരെയാണ് പരമാവധി സർവീസ് ചാർജ്. സ്വകാര്യ സ്റ്റേഷനുകൾ ഇതിൽ ഇളവ് നൽകി മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുമ്പോഴാണ് KEBയുടെ ഈ നീക്കം. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 70,000-ന് മുകളിൽ. പവന് 280 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില വീണ്ടും 70,000-ന് മുകളിൽ എത്തിയത്. 70,040 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 35 രൂപയാണ് വർദ്ധിച്ചത്. 8,755 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 1,560 രൂപ ഇടിഞ്ഞതോടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ആദ്യമായി 70,000-ൽ താഴെ എത്തിയത്. പവന് 68,880 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ താഴ്ന്ന നിലവാരമാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. തുടർന്ന് വില ഉയരുകയായിരുന്നു. ഗ്രാമിന് 35 രൂപയാണ് വർദ്ധിച്ചത്. 8,755 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 1,560 രൂപ ഇടിഞ്ഞതോടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില ആദ്യമായി 70,000-ൽ താഴെ എത്തിയത്. പവന് 68,880 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ താഴ്ന്ന നിലവാരമാണ് വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത്. തുടർന്ന് വില ഉയരുകയായിരുന്നു. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടവും അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് ശമനമായതും അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് സ്വർണ്ണവില ഉയരാൻ ഇടയാക്കിയത്. എന്നാൽ ഓഹരി വിപണിയിൽ വീണ്ടും ഉണർവ് പ്രകടമായതോടെ നിക്ഷേപകർ അവിടേക്ക് നീങ്ങിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില ഇടിയാൻ കാരണമായത്. കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിൽ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച കേരള ഗവർണറുടെ നടപടി തെറ്റെന്ന് ഹൈക്കോടതി. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡോക്ടർ K. ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ച നടപടി ചോദ്യം ചെയ്ത ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. സർക്കാർ പാനൽ മറികടന്നായിരുന്നു സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി. സർക്കാർ പാനൽ മറികടന്ന് ഗവർണർ നടത്തിയ നിയമനം നിയമപരമല്ല. സിസ തോമസ് കേസിലെ ഡിവിഷൻ ബെഞ്ച് വിധി പാലിക്കണം. എന്നാൽ 2 സർവകലാശാലകളിലെയും താൽക്കാലിക VC-മാരുടെ കാലാവധി 28-ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിയമനത്തിൽ ഇടപെടുന്നില്ലെന്നും ജസ്റ്റിസ് P. ഗോപിനാഥ് അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. താൽക്കാലിക VC-മാരെ നിയമിച്ച ചാൻസലറുടെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാർ പാനലിന് പുറത്തുനിന്നും താൽക്കാലിക VC നിയമിച്ച ചാൻസലറുടെ നടപടി സർവകലാശാല നിയമങ്ങളുടെ ലംഘനമാണ്. 2023 ഫെബ്രുവരിയിലെ സിസ തോമസ് കേസിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി മറികടക്കുന്നതാണ് ചാൻസലറുടെ നടപടി എന്നുമാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം May 22-ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3-നാണ് ഫലം പ്രസിദ്ധീകരിക്കുക. മൂല്യനിർണ്ണയം പൂർത്തിയായി. ടാബുലേഷൻ പ്രവൃത്തികൾ നടന്നുവരികയാണ്. 4,44,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നുവരികയാണ്. 4,13,589 വിദ്യാർത്ഥികളാണ് +1 പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി 1ാം വർഷ പരീക്ഷ ഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നതാണ്. അറബിക്കടലിൽ വ്യാഴാഴ്ചയോടെ രൂപപ്പെടുമെന്ന് കരുതുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ പരക്കെ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തവും ശക്തവുമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലബാർ മേഖലയിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലുമാണ് ഒറ്റപ്പെട്ട അതിശക്തമായ മഴ പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ചാലക്കുടി പുഴയിൽ പനമ്പള്ളിക്കടവിൽ ഞായറാഴ്ച രാത്രി കുളിക്കാനിറങ്ങി മുങ്ങിത്താഴ്ന്ന ആളുടെ മൃതദേഹം ചാലക്കുടി ഫയർഫോഴ്സ് സംഘം കണ്ടെടുത്തു. സംഭവം അറിഞ്ഞ് ഞായറാഴ്ച രാത്രി തന്നെ ഏറെ തിരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായിരുന്നില്ല. തിങ്കളാഴ്ച രാവിലെ പുനരാരംഭിച്ച തിരച്ചിലാണ് മൃതശരീരം കണ്ടെത്താനായത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ T. സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ P.O. വർഗീസ്, MS. അനീഷ്, സേനാംഗങ്ങളായ PR. രതീഷ്, S. സുജിത്ത്, PS. സന്തോഷ് കുമാർ, K. ഗിരീഷ് കുമാർ, അഖിൽ R. നായർ,
VN അരുൺ, ഹോംഗാർഡുമാരായ ബാബു ജോൺ, TA ജോസ് എന്നിവരടങ്ങിയ സംഘമാണ് തിരച്ചിൽ നടത്തിയത്. പ്രശസ്ത ഇലത്താള കലാകാരൻ കീനൂർ മണികണ്ഠൻ വാഹനാപകടത്തിൽ മരിച്ചു. 41 വയസ്സായിരുന്നു. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ ഭാഗമായിരുന്ന കലാകാരനാണ്. നായരങ്ങാടി സ്വദേശിയാണ്. ഞായർ രാത്രി കല്ലൂർപ്പാടം വഴിയിലാണ് അപകടം. സ്കൂട്ടർ മറിഞ്ഞ് റോഡരികിൽ ചലനമറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് തുടർ നടപടി സ്വീകരിച്ചു. ഏഷ്യാഡ് ശശിമാരാരുടെ ശിഷ്യനായിരുന്നു. മട്ടന്നൂർ ഉദയൻ നമ്പൂതിരിയുടെ കീഴിൽ ചെണ്ടയും അഭ്യസിച്ചിരുന്നു. നീതുവാണ് ഭാര്യ. നിരഞ്ജന, നിരഞ്ജൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നമ്മുടെ നാടിന്റെ നന്മ കൂടുതൽ വളർത്തിയെടുക്കുവാനുള്ള ഇടപെടലുകൾ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏതെങ്കിലും ഒരു കേന്ദ്ര പദ്ധതി ഒന്നുകിൽ ജനൌഷധിയിൽ സ്തംഭനവും അല്ലെങ്കിൽ കിസാൻ സമ്മാൻ കിട്ടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ റോഡുകൾ, അല്ലെങ്കിൽ ജൽജീവൻ പദ്ധതിയിലെ കുടിവെള്ള പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ വീടുകൾ, ഇങ്ങനെ പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ 1ാം ചരമവാർഷികം കലാകാരന്മാരുടെ സംഘടനയുടെ തരംഗ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. കേരള സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിൽ താൽക്കാലിക വൈസ് ചാൻസലർ നിയമിച്ച കേരള ഗവർണറുടെ നടപടി തെറ്റെന്ന് ഹൈക്കോടതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.